السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ ഹിക്മ മദ്രസയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇന്നലെ രാത്രി നടന്ന 2 മരണങ്ങൾ മനസ്സിനെ ഏറെ വേദനിപ്പിച്ച 2 വേർപാടുകളാണ്. ഒന്ന്, തിരുവനന്തപുരം വെഞ്ഞാറമൂട് മണ്ഡലത്തിലെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഭാരവാഹി അർഷിദിൻ്റെ മരണമാണ്. രണ്ടാമത്തേത് ഞങ്ങളുടെയൊക്കെ സഹോദരൻ, സുഹൃത്ത് അർഷദ് അൽ ഹിക്കമിയുടെ ഉമ്മയുടെ വേർപാടാണ്. അള്ളാഹു 2 ആളുകൾക്കും പുറത്തു കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ചേർക്കട്ടെ. ഒന്ന് പ്രായമായ ഒരു ഉമ്മയാണ്. രണ്ടാമത്തേത് നല്ല ചുറുചുറുക്കുള്ള ഒരു കൗമാരക്കാരനാണ്. അപ്പോൾ ഏത് സമയത്താണ് നമ്മുടെയൊക്കെ മരണവും വേർപാടും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ നല്ലോണം ആലോചിക്കുകയും ചെയ്യണം. നമ്മൾ വിചാരിക്കുന്നതും നമ്മൾ സങ്കല്പിക്കുന്നതും അല്ല മരണമെന്ന വാതിലിനപ്പുറമുള്ള ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ അള്ളാഹു നരകാവകാശിയായ ഒരാളെ കൊണ്ടുവരും. അൻഅമു അഹ്ലി ദുനിയ, ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച മനുഷ്യനാണ് അയാൾ. അത്രത്തോളം ജീവിതത്തിൽ ആസ്വാദനങ്ങൾ കിട്ടിയ വേറൊരാളില്ല. എന്നാൽ അയാൾ നരകക്കാരനാണ്. അയാളെ കൊണ്ടുവന്നിട്ട് അള്ളാഹു നരകത്തിലൊന്ന് മുക്കിയെടുക്കുന്നതാണ്. നരകത്തിൽ മുക്കിയെടുത്തിട്ട് അള്ളാഹു അയാളോട് ചോദിക്കും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു, നീ ജീവിതത്തിൽ എന്തെങ്കിലും സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ദുനിയാവിലെ ജീവിതത്തിൽ നീ എന്തെങ്കിലും നന്മ അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറയും, ലാ വല്ലാഹി യാ റബ്ബ്, ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല, എനിക്കൊരു സുഖവും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സുഖങ്ങൾ അനുഭവിച്ച മനുഷ്യനാണ്. നരകത്തിലൊന്ന് മുക്കിയെടുക്കുന്നതോടുകൂടി അയാൾ അനുഭവിച്ച എല്ലാ സുഖങ്ങളും ആ മനുഷ്യൻ മറന്നു എന്നാണ്, ഒറ്റ മുക്കിയെടുക്കലിൽ. അപ്പോൾ കാലാകാലം ആ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ സ്ഥിതി എന്തായിരിക്കും നമ്മൾ ആലോചിക്കുക. വേറൊരാൾ അള്ളാഹു കൊണ്ടുവരും, അയാൾ സ്വർഗ്ഗക്കാരനാണ്. എന്നാൽ ദുനിയാവിൽ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് നരകിച്ച് ജീവിച്ച മനുഷ്യനാണ്. അയാളെ അള്ളാഹു സ്വർഗത്തിലൊന്ന് മുക്കിയെടുക്കും. സ്വർഗത്തിൽ മുക്കിയെടുത്തിട്ട് അയാളോട് ചോദിക്കുകയാണ്, ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്തു, നീ ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതം അനുഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വേദന നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അപ്പോൾ ആ മനുഷ്യൻ പറയും, ഞാൻ ഒരു വേദനയും ഇതുവരെ നേരിട്ടിട്ടില്ല, എനിക്കൊരു ദുരിതവും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ നരകിച്ച് ജീവിച്ച മനുഷ്യനാണ് അയാൾ. അപ്പോൾ ആ സ്വർഗത്തിലൊന്ന് മുക്കിയെടുക്കുന്നതോടുകൂടി അയാൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും അയാൾ മറക്കുകയാണ്. അപ്പോൾ ഇതാണ് നരകവും സ്വർഗവും എന്ന് പറഞ്ഞാൽ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ നമുക്ക് പറ്റണം. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പണിയെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു നമ്മളെയൊക്കെ അതിന് സഹായിക്കട്ടെ. ഈ വെക്കേഷന് മുമ്പ് നിങ്ങൾ എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി 2 മാസം നമ്മുടെ മക്കൾ നമ്മളടുത്തുണ്ടാവുക അല്ലേ? പന്ത് നമ്മുടെ കോർട്ടിലാണ്. ആ ഷോട്ട് എങ്ങോട്ടാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടവർ നമ്മളാണ്. ഇപ്പം തന്നെ ചില ആൾക്കാർക്കൊക്കെ നെടുവീർപ്പുണ്ട്, എന്താ ഇപ്പം ഈ 2 മാസം ഞാൻ ഓനെ കാട്ടുക, ഈ അങ്ങാടിപ്പയ്യ് ആലയിൽ ഒതുങ്ങൂല എന്ന് പറയലുണ്ടല്ലോ.
അടങ്ങിക്കൂലല്ലോ നമ്മളെ മക്കൾ, ഒതുങ്ങൂല അവർ. അപ്പോൾ ഈ 2 മാസം എന്താപ്പം ഞാൻ എൻ്റെ കുട്ടിനെ കൊണ്ട് കാട്ടുക എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങോട്ട് വിളിച്ചാലോ അവൻ അങ്ങോട്ട് പോകും, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. എങ്ങനെ ഇപ്പോൾ ഈ 2 മാസം ഞാൻ തള്ളി നീക്കുക? ഈ ഒരു ചിന്തയിലായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഒരു 80% 85% ഉമ്മമാരും ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇപ്പം നമ്മുടെ കൂടെ നമ്മുടെ മക്കളുണ്ട്, അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. ഫിലസ്തീനിലും ഗസയിലും ഒക്കെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് മക്കളെ തിരയുന്ന ഉമ്മമാരെയും ഉപ്പമാരെയും നമ്മൾ മറക്കാൻ പാടില്ല. നമുക്ക് അള്ളാഹു മക്കളെ തന്നിരിക്കുന്നു എന്നത് അള്ളാഹു നമ്മളോട് കാണിച്ച ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. അപ്പോൾ ആ ഔദാര്യത്തിന് നമ്മൾ നന്ദി കാണിക്കുക, നമ്മൾ ശുക്രുള്ളവരാവുക. നമ്മുടെ മക്കൾക്കൊരു കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലെന്ന് അറിയോ, നമ്മൾ നല്ലൊരു പാരൻ്റ് ആണെങ്കിൽ, നമ്മൾ നല്ലൊരു ഉമ്മയും നമ്മൾ നല്ലൊരു ഉപ്പയുമാണ് എങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ആ പാരൻറ്റിങ് എന്നുള്ളത് നമ്മൾ ശരിക്ക് പഠിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കറിയാത്ത പല പണികളും നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ചില ആൾക്കാർക്കുള്ള യോഗ്യത 10ാം ക്ലാസ്സും ഗുസ്തിയായിരിക്കും. അവർക്ക് നല്ല വാല്യൂ ഉള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. നല്ലൊരു ജോലിക്ക് പോയാൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്താൽ എവിടെ അവർക്ക് ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റില്ല. അവസാനം പിന്നെ എന്തെങ്കിലും പണി കിട്ടിയാൽ ആ പണിക്കണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഇറങ്ങും. അതിനുവേണ്ടി ചിലപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കും, ഇംഗ്ലീഷ് പഠിക്കും. അത് നമുക്ക് അറിയാത്തൊരു പണി നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആ അറിയാത്ത പണി തുടങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചൊരുങ്ങിയിട്ടാണ് ആ ജോലിക്ക് ഇറങ്ങുക. ഈ പാരൻറ്റിങ്ങും അതുപോലെ പഠിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ വാപ്പാരായി ഉമ്മാരായി പിന്നെ അങ്ങനെ പോകുന്നതിനിടയിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ പഠിച്ചു പോകുക എന്നുള്ളതിനപ്പുറം നന്നായിട്ട് പഠിച്ച ഒരു പാരൻ്റ് ആകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ഒരു പാരൻ്റ് എന്നുള്ളത് എപ്പോഴും വിദ്യാർത്ഥിയായിരിക്കും, എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരാളാണ്. അപ്പോൾ നമുക്ക് എത്ര ആൾക്കാർക്ക് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റും, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഓൾ എന്നെപ്പോലെ ആയാൽ മതി, അവൻ എന്നെപ്പോലെ ആയാൽ മതി എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന എത്ര ഉമ്മമാരും എത്ര ഉപ്പമാരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ദീനിൻ്റെ കാര്യത്തിൽ ഞാനുള്ളൊരു ലെവലുണ്ടല്ലോ, അവിടെ അവൻ എത്തുകയാണെങ്കിൽ എനിക്കൊരു സമാധാനമാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന പോലെ ഓ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ വാപ്പാനോടും ഉമ്മാനോടും ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ എൻ്റെ മക്കൾ എന്നോട് പെരുമാറിയേ മതി. എൻ്റെ ജോലിയുടെ കാര്യത്തിൽ, സമയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കാണിക്കുന്ന കണിശതയും കൃത്യനിഷ്ഠതയും അവൻ്റെ സ്കൂളിൻ്റെ കാര്യത്തിലും മദ്രസൻ്റെ കാര്യത്തിലും ഓൻ കാണിച്ചാൽ മതി എന്ന് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുന്ന എത്ര ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ടാക്കും. അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ അത് വല്ലാത്തൊരു ധൈര്യം തന്നെയാണ്. നമ്മൾ എഡിറ്റ് ചെയ്ത് പോകണം. ഈ ഒരു ധൈര്യം നമുക്കുണ്ടാകുമ്പോഴാണ് ഒരു പാരൻ്റ് എന്ന നിലക്ക് നമുക്ക് കുറച്ചും കൂടിയൊക്കെ മികവ് പുലർത്താൻ പറ്റുക. ശരിക്കും 2 തരത്തിലുള്ള പാരൻസിനെ പൊതുവേ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തേത് ഒരു അടിച്ചുപൊളി ലൈഫായിട്ട് പോകുന്ന ഒരു ന്യൂജൻ പാരൻ്റാണ്. അവർക്ക് പ്രത്യേകിച്ച് നിയമങ്ങളോ വ്യവസ്ഥകളോ ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഒരു ചിട്ടൊന്നും ഉണ്ടാവില്ല. മക്കളാണ്ട് കയറൂരി വിട്ടിരിക്കുകയായിരിക്കും. അത് പ്രശ്നമാണ്. രണ്ടാമത്തേത് ഒരു പഴയകാല പാരൻറ്റിങ് ആണ്. ഓനണ്ട് വരച്ചോടുത്ത് നിൽക്കണം, ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഓൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാണ്ട് അടക്കി ഭരിക്കുന്ന ഒരു പാരൻറ്റിങ് സിസ്റ്റം. ഇത് രണ്ടും പ്രശ്നമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ നല്ലോണം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരണം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഷെയ്ഖ് സുദൈസിൻ്റെ ഉമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയില്ലേ. ഉമ്മാൻ്റെ വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഗസ്റ്റുകൾ വരുമ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി മേശയൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ചെറിയ കുട്ടിയായ സുദൈസ് കുറച്ച് മണ്ണ് വാരിയിട്ട് തീന്മേശയൊക്കെ പുറത്തേക്ക് എറിഞ്ഞു. അപ്പോൾ ഉണ്ടാവുന്നൊരു ദേഷ്യത്രയായിരിക്കും. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ ഫുഡൊക്കെ ആകെ നശിപ്പിച്ചു. അതിന് ഒന്നിനും പറ്റൂല. ഷെയ്ഖ് സുദൈസിൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചത്, നിന്നെ അള്ളാഹു ഹറമിലെ ഇമാമാക്കട്ടെ നിന്നെ അള്ളാഹു ഹറമിലെ ഇമാമാക്കട്ടെ എന്നാണ് സുദൈസിന് വേണ്ടിയിട്ട് ഉമ്മ പ്രാർത്ഥിച്ചത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളഹുല്ല, അദ്ദേഹം ഹറമിലെ ഇമാമാണ്. എത്ര വർഷങ്ങളായി.
അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത് നമ്മുടെ കുട്ടികൾ അറിയുകയും വേണം. ഈ ഉമ്മാർക്കും ഉപ്പാർക്കും മക്കളുടെ ലൈഫിൽ വലിയ റോളുണ്ട്, വലിയ പങ്കുണ്ട്. ഉമ്മാരുടെ ഡ്യൂട്ടി ഉമ്മാർ ചെയ്യണം, വാപ്പാരുടെ ഡ്യൂട്ടി വാപ്പാരും ചെയ്യണം. രണ്ടു കൂട്ടരും അത്യാവശ്യമാണ്. ഉമ്മാർ ചെയ്യുന്ന പണി വാപ്പാർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, വാപ്പാർ ചെയ്യുന്ന ഉമ്മാർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പം നമ്മളെ മദ്രസയിൽ 3ാം ക്ലാസ് മുതൽ താഴോട്ട് ജെൻസ് അധ്യാപകരില്ല. പഠിപ്പിക്കുന്നതൊക്കെ ലേഡി ടീച്ചേഴ്സാണ്. 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ ലേഡീസാണ് പഠിപ്പിക്കുന്നത്, ജെൻസ് ഇല്ല. അതെന്താ അങ്ങനെ? അത് ഓർക്കേ പറ്റുള്ളൂ. 1ാം ക്ലാസ് കൊണ്ടുപോയിട്ട് ഒരു പുരുഷനെ കൊണ്ടുപോയിട്ട് ഇരുത്തിയാൽ അരമണിക്കൂർ ഓൻ ഇരുന്നാൽ ചിലപ്പോൾ അരമണിക്കൂറിൻ്റെ ഇടയിൽ 10 കൊട്ട് കൊട്ടിയിട്ടുണ്ടാവും. അത്രക്കും ക്ഷമയാണ് ആണുങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അത് പെണ്ണുങ്ങൾക്കേ പറ്റുള്ളൂ. പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ റോള് ഓര് ചെയ്യണം, ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ റോള് ഓരും ചെയ്യണം. എന്താ ഇപ്പോൾ നിങ്ങൾക്ക് കൊണ്ട് നോക്കിക്കൂടെ? ഞാൻ വരുമ്പോൾ ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഇത് എൻ്റെ മാത്രം മോനല്ലല്ലോ, നിങ്ങളെയും കൂടി കുട്ടിയല്ലേ. വലിയ വലിയ മാസ് ഡയലോഗുകളൊക്കെ നമ്മളെടുത്തുണ്ടാവും, കേൾക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട പണി മൂപ്പർക്ക് ചെയ്യാൻ പറ്റില്ല, മൂപ്പർ ചെയ്യുന്ന പണി നമുക്കും ചെയ്യാൻ പറ്റില്ല. തുൻകഹുൽ മർഅതു ലി അർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലിമാലിഹ, ഒന്ന് ഓളെ മുതൽ കണ്ടിട്ട്, ഓളെ വാപ്പാൻ്റെ അടുത്ത് കുറച്ച് സ്വത്തുണ്ട്, അത് കണ്ടിട്ട് എന്ത് ചെയ്യും? ഓളെ കെട്ടും. വലി ഹസബിഹ, ഓളെ തറവാടൊക്കെ നോക്കിയിട്ട്. വലി ജമാലിഹ, ഓളെ ചൊർക്ക് കണ്ടിട്ട്. വലി ദീനിഹ, ഓളെ ദീന് നോക്കിയിട്ട്. ഫദ്ഫർ ബിദാത്തി ദീൻ, നിങ്ങൾ ദീനിന് പരിഗണന കൊടുക്കണം, മുൻഗണന കൊടുക്കണം. തെരിബത്ത് യദാക്ക്, അതാണ് നിങ്ങളെ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കി തരിക, മെച്ചമുണ്ടാക്കി തരിക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ ഉമ്മാക്ക് ദീനുണ്ടായിരിക്കണം. അപ്പോഴേ ഉമ്മ നിർവഹിക്കുന്ന ഡ്യൂട്ടി ഉമ്മാക്ക് മര്യാദക്ക് നിർവഹിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, ഉമ്മാക്കും വാപ്പാക്കും ഇടയിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, ആ കുടുംബത്തിൽ കഴിയുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. അവരുടെ മെൻ്റലി ഒരു ഡിസോർഡർ ആയിരിക്കും. ഒരു എത്രത്തോളം അസ്വസ്ഥരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ പ്രശ്നമുണ്ടാക്കാൻ ശൈത്താൻ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ശൈത്താൻ ഇബ്ലീസ് ഓൻ്റെ അർശ് വെള്ളത്തിൻ്റെ മുകളിലാണ്. എല്ലാ ദിവസവും ഓനെന്ത് ചെയ്യും? ഓൻ്റെ സൈന്യത്തെ അയക്കും. ഓരോരുത്തരും പോയിട്ട് ഓരോ പണിയെടുക്കും. ഫഅദ്നാഹും മിൻഹു മൻസിലതൻ അഅദമുഹും ഫിത്നതൻ, ഓരോ കൂട്ടത്തിൽ ഓൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളത്, ഇബ്ലീസിൻ്റെ അടുക്കൽ, ലീഡറിൻ്റെ അടുക്കൽ, അനുയായികളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളത്, ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കിയ ആൾക്കാർക്കാണ് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരും ഓൻ്റെ അടുക്കലേക്ക്, എന്നിട്ട് പറയും ഫഅൽതു കദാ വകദാ, ഞാനിതാ ഈ പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയും മാ സനഅത ശൈഅ, ഇത് ചെയ്തൊന്നും വലിയൊരു പണിയല്ല. ഓരോരുത്തരും പറയും ഫഅൽതു കദാ വകദാ, ഞാനിത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരുത്തം വന്നിട്ട് പറയും ഞാനിതാ ഒരു പുതിയാപ്പളിൻ്റെയും പെണ്ണുങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ഓരോ കാര്യം ഞാൻ തീരുമാനമാക്കിയിട്ടുണ്ട്, ഓരോ 2 ആളും ഞാൻ പിണക്കിയിട്ടുണ്ട്, അകറ്റിയിട്ടുണ്ട് എന്ന് ഒരു ശൈത്താൻ വന്ന് പറയുന്നാൻ. അപ്പോൾ ഇബ്ലീസ് പറയാണ് നിഅ്മ അൻത, ഇജാണ് ആൺകുട്ടി, ഇജ് ചെയ്തതാണ് ഏറ്റവും നല്ല പണി എന്ന് പറഞ്ഞിട്ട് ഓനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓനെ അടുത്തിരുത്തിയിട്ട് ഓനെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം ആലോചിക്കണം. നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓൻക്കറിയാം, നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ വളരുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ഇബാദത്ത് നമുക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റും. പുതിയാപ്പിളായിട്ട് പ്രശ്നമുണ്ട്, പെണ്ണുങ്ങളായിട്ട് പ്രശ്നമുണ്ട്, നിസ്കരിക്കാൻ നിന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ അത് ആർക്ക് നന്നായിട്ട് അറിയാം? ഇബ്ലീസിനും ഓൻ്റെ കൂട്ടാളികൾക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനുള്ള എല്ലാ പണികളും അവരെടുക്കും. അപ്പോൾ നമുക്കിടയിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും സോൾവ് ചെയ്തിട്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, നമ്മൾ വെറുതെ ഈഗോ പ്രശ്നങ്ങളുടെ പേരിൽ ഇങ്ങനെ അകന്ന് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കൂടി ബാധിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ കൺകുളിർമയും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കരുത്. ഞാനീ പറയുന്നത് സയൻസാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ കൊടുക്കരുത്. ഇത് നമ്മളൊരു ശീലമാണ്. ഇപ്പോൾ 2 വയസ്സ് 3 വയസ്സായാൽ തന്നെ നമ്മളെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ എത്തി. അതിനു മുമ്പ് മൊബൈൽ എത്തി. എന്താ, അവൻ ചോറ് കഴിക്കുന്നില്ല, അവൻ ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? മൊബൈൽ കൊടുക്കുക. അതൊരു ശീലമാക്കി മാറ്റിയിരിക്കുക. പിന്നെ കുട്ടിക്ക് ചോറ് കഴിക്കണമെങ്കിൽ മൊബൈൽ വേണം, മൊബൈലില്ലെങ്കിൽ കുട്ടി ചോറ് കഴിക്കൂല. അങ്ങനത്തെ ഒരു ശീലമുണ്ട് എങ്കിൽ അത് നമ്മൾ തിരുത്തണം.
ഇനി 2 ദിവസം ചോറ് തിന്നില്ല, പ്രശ്നമില്ല, തിന്നണ്ടെന്ന് വിചാരിച്ചോളി. 2 ദിവസം തിന്നിട്ടില്ലെങ്കിൽ ഒന്നും പറ്റൂല. പക്ഷെ ആ ശീലം നമ്മൾ തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുട്ടികളെ ആയിരിക്കും, ഒരു തലമുറയെ ആയിരിക്കും. അപ്പോൾ ആ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണണം. ഒന്ന് നമ്മൾ മസിൽ പിടിക്കേണ്ടി വരും. ഇപ്പോൾ ശീലിപ്പിച്ച് പോയൊരു സംഭവത്തിൽ നിന്ന് ഓനൊന്ന് മാറ്റിയെടുക്കണമെങ്കിൽ, അവിടെ ആ ശീലം ഒന്ന് ശരിയാക്കണമെങ്കിൽ, മൊബൈലിൽ നിന്ന് കുറച്ചൊന്ന് അകലം കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. ചിലപ്പോൾ 1-2 ദിവസം പിണങ്ങും, മിണ്ടൂല, പുറേന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഒരു ഹിക്മത്തോടു കൂടി ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും പഠിക്കാനോ പാഠം കേൾക്കാനോ സ്കൂളിലെ വർക്ക് ചെയ്യാനോ മൊബൈൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു സമയം നമ്മൾ നിശ്ചയിക്കുക. ഒരിക്കലും ഒറ്റക്കൊരു കുട്ടിയെ മൊബൈലുമായിട്ട് നമ്മൾ പറഞ്ഞേക്കരുത്. ഇപ്പം നമ്മളെ പറ്റിയിട്ട് ആലോചിച്ചാൽ മതി. ഇത്ര വലിയ മനുഷ്യന്മാരുടെ കയ്യിൽ മൊബൈൽ കിട്ടുമ്പോൾ നമ്മൾ ആ മൊബൈലിലൂടെ എവിടേക്ക് എത്തുന്നുണ്ട്? നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ബുദ്ധിയും വിവേകവും ചിന്താശേഷിയൊക്കെ ഉള്ള നമ്മളെപ്പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ആ കുട്ടികളുടെ കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്ന വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഓന് ഒറ്റയ്ക്ക് ഒരു മൂലയിൽ പോയിരുന്നിട്ട് മൊബൈൽ നോക്കുന്നുണ്ട് എങ്കിൽ, മണിക്കൂറുകൾ ചിലവഴിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ നല്ലോണം പേടിക്കണം. ഈ ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ല എന്ന് പറയലില്ലേ, അതേപോലെ ഓന് എന്തൊക്കെ കണ്ടു, ഓൻ എന്തൊക്കെ കേട്ടു എന്നുള്ളതിന് ഒരു അടയാളവും ബാക്കിയില്ലാതെ അത് റീഫ്രഷ് ചെയ്യാൻ ഓൻ പഠിച്ചിട്ടുണ്ടാകും. നമ്മളെക്കാൾ എത്രയോ മുകളിലായിരിക്കും നമ്മുടെ മക്കളുണ്ടാവുക. അപ്പോൾ ഒറ്റക്കൊരു കാരണവശാലും കുട്ടിയുടെ കയ്യിൽ നമ്മൾ മൊബൈൽ കൊടുക്കരുത്. ഓന് പൊതുവെ എല്ലാവരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള വർക്ക് അതിന് കൂടെ നമ്മൾ ഇരുന്ന് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന എത്ര പാരൻസ് ഉണ്ട്? ഒന്ന് കൈ ഉയർത്തിയാണ്. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന പാരൻസ് ധൈര്യമായിട്ട് ഉയർത്തിക്കൊള്ളട്ടോ, മോശം കാര്യമൊന്നുമല്ല. ഓക്കെ, ഒരു വലിയൊരു ശതമാനം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണ്. നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക, അത്യാവശ്യമാണെങ്കിൽ മാത്രം നമ്മളെ മൊബൈലിൽ വെച്ചാൽ മതി. ഇനി അത് നമ്മുടെ മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇൻസ്റ്റഗ്രാമിലേക്ക് നമ്മുടെ മക്കൾ എത്തുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മളൊക്കെ സ്റ്റുഡൻസിൻ്റെ സ്റ്റേറ്റ് കൗൺസിലിൽ ബഹുമാന്യനായ താജുദ്ദീൻ സലാഹി പറയലുണ്ട്, ഇൻസ്റ്റഗ്രാം ദാവത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരും ഇൻസ്റ്റഗ്രാം തുടങ്ങണ്ട, ദാവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും ഇൻസ്റ്റഗ്രാം തുടങ്ങണ്ട. അപ്പോൾ സ്റ്റുഡൻസ് കുറേ ഉള്ളത് ഇൻസ്റ്റഗ്രാമിലാണ്, ചെറുപ്പക്കാരൊക്കെ ഇൻസ്റ്റഗ്രാമിലാണ്, FBയിലുള്ളതൊക്കെ വയസ്സന്മാരായ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെ പുതിയ തലമുറക്ക് ദീനെത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ദാവത്ത് എന്ന ലക്ഷ്യത്തിൽ ആരും ഇല്ലാത്തവരാരും ഇൻസ്റ്റഗ്രാം തുടങ്ങേണ്ടതില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല എന്നുള്ളതുകൊണ്ട് എന്താ പ്രശ്നം? നമുക്ക് ആ ഇൻസ്റ്റയിലൂടെയുള്ള പ്രബോധനം നടത്താൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇൻസ്റ്റഗ്രാം തുടങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഈമാനും നമ്മുടെ തഖ്വയൊക്കെയാണ്. പിന്നെ നമ്മളെ ദഅവത്ത് നടത്താൻ വേറെ ആരെങ്കിലും വരേണ്ടി വരും. അപ്പോൾ അത്യാവശ്യമില്ല എങ്കിൽ ദയവ് ചെയ്തിട്ട് ഇതൊരു അപേക്ഷയാണ്. പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ ഗുണകാംക്ഷ ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഒരു ഉമ്മത്തിൻ്റെ നസീഹത്ത് കൊതിക്കുന്ന ഒരു പ്രബോധകൻ്റെ അപേക്ഷയായിട്ട് നിങ്ങൾ കാണുക. അത്യാവശ്യമില്ല എന്തപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഗുണമാണോ അതുകൊണ്ടുണ്ടാവുന്നത്, അതുമല്ല ദോഷമാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ അത്യാവശ്യമില്ല എങ്കിൽ ആ ജാതി സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. കുട്ടികൾ നമ്മളെ നല്ലോണം നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ഏതെങ്കിലും ഒരു സമയത്ത് ഓൻ്റെ കയ്യിൽ കിട്ടിയാൽ, അവളുടെ കയ്യിൽ കിട്ടിയാൽ അവൻക്കറിയാം ഉപ്പ ഉമ്മ ഇതിലെന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് കേൾക്കുന്നത്, അവരുടെ ഇടപാടുകൾ എങ്ങനെയാണ്, അവരുടെ ചാറ്റിങ്ങുകളുടെ രീതി എന്താണ്, ശൈലി എന്താണ്, ഇതൊക്കെ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു 3 വയസ്സായ ഒരു പെൺകുട്ടിയും അവളെ ഉപ്പാനോട് പറഞ്ഞു, പക്ഷേ നിങ്ങൾ അങ്ങാടി പോയി തിരിച്ചു വരുമ്പോൾ, നിങ്ങൾ പീടികയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്കൊരു തോണ്ടണ മൊബൈൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എന്തിനാ അനക്ക് തോണ്ടണ മൊബൈൽ? 3 വയസ്സായ ഒരു കുട്ടിയാണ് പറയുന്നത്. അപ്പം എന്നാൽ എനിക്ക് ഇമ്മച്ചിയൊക്കെ തോണ്ടുന്ന മാതിരി തോണ്ടാനാണ്. നമ്മളെന്തിനാ തോണ്ടുന്നതെന്നൊന്നും ഓനക്കുണ്ടാവില്ല, ഓൾക്കുണ്ടാവില്ല. അപ്പോൾ കുട്ടികളുടെ അടുത്ത് വെച്ചിട്ടുള്ള മൊബൈൽ ഉപയോഗവും പരമാവധി എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. അമ്മ വേലി ചാടിയാൽ മകള് മതിൽ ചാടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ വെക്കേഷൻ്റെ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട പാരൻസ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കുറച്ച് ഡേറ്റുകളാണ് ഇനി പറയുന്നത്. ആ ഡേറ്റുകൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഒന്നാമത്തേത് ഏപ്രിൽ മാസം, നമ്മൾ അടുത്ത മാസം 12-ാം തീയതി നമ്മളെ പൊതുപരീക്ഷ തുടങ്ങുന്നൊരു സമയമാണ്.
12-ാം തീയതി മുതൽ 19-ാം തീയതി വരെ പയ്യോളിയിൽ വെച്ചിട്ട് മോറൽ സ്കൂൾ നടക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് ഹൈസ്കൂളിലും അതുപോലെ തന്നെ ആ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്നൊരു സംരംഭമാണ്. 10ാം ക്ലാസ് +2 പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റിയൊരു ക്യാമ്പാണത്. 12-ാം തീയതി മുതൽ 19-ാം തീയതി വരെ പയ്യോളിയിൽ വെച്ചിട്ട് മോറൽ സ്കൂൾ നടക്കുന്നുണ്ട്. അതിൽ ആ പ്രായത്തിലുള്ള നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മെയ് 1, 2, 3 തീയതികളിൽ ജാലകം നടക്കുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ കോഴിക്കോട് നോർത്ത് ജില്ലയിൽ ജാലകം എന്ന പേരിൽ ഒരു ക്യാമ്പ് നടക്കും. 3 ദിവസത്തെ ക്യാമ്പാണ്. മെയ് 1, 2, 3 തീയതികളിലാണ്. ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ക്യാമ്പാണത്. അപ്പോൾ ആ ക്യാമ്പിൽ നിർബന്ധമായിട്ട് നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക, ആ പ്രായത്തിലുള്ള കുട്ടികൾ. അതേപോലെ തന്നെ മെയ് 8, 9, 10 തീയതികളിൽ ബട്ടർഫ്ലൈസ് നടക്കുന്നുണ്ട്, ബ്ലിസ് നടക്കുന്നുണ്ട്. ബ്ലിസ് എന്ന് പറഞ്ഞാൽ 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള 3 ദിവസത്തെ ക്യാമ്പാണ്. ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ മക്കൾക്കുള്ള കിഡ്സിനുള്ള ക്യാമ്പുമാണ്. അപ്പോൾ ഈ ക്യാമ്പുകളിലൊക്കെ നമ്മുടെ മക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. വെക്കേഷനിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് പ്രോഗ്രാമുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ പുതിയൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ നമ്മുടെ നാട്ടിലൊക്കെ വരാൻ പോകുന്ന മാറ്റങ്ങൾ പേടിപ്പിക്കല്ല, എന്നാൽ നമുക്കൊരു ജാഗ്രത വേണം. കുറച്ച് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇനി പെരക്കാരോടൊക്കെ കുറച്ച് നല്ല നിലക്ക് നിന്നോളി, കാരണം ഹോട്ടലുകളൊക്കെ അടക്കാൻ പോവുകയാണ്. ഹോട്ടലുകളൊക്കെ അടക്കാൻ പോവുകയാണ്. അപ്പോൾ പെരയിലുള്ള ആൾക്കാരോടൊക്കെ കുറച്ച് നല്ല നിലക്ക് പെരുമാറുന്നത് നല്ലതാണ്. ഒരുപാട് ഹോട്ടലുകൾ എന്ത് ചെയ്തു, പൂട്ടിക്കഴിഞ്ഞു. പല ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ടു. നമ്മൾ ഈ നടക്കുന്ന ഹുങ്കുണ്ടല്ലോ, ഈ ഗൾഫിൻ്റെ ഹുങ്കും ഈ പണത്തിൻ്റെ ഹുങ്കൊക്കെ കുറേ കാലമൊന്നും ഉണ്ടാവില്ല. ഈ യുദ്ധം കുറച്ചും കൂടിയൊക്കെ നീണ്ടു പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ അടുക്കളയിൽ പട്ടിണി എത്തും. പേടിപ്പിക്കല്ല, ഒരു ജാഗ്രത, ഒന്ന് മുറുക്കി ജീവിക്കാനുള്ള ഒരു ശീലം കൂടി എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ നമ്മൾ എടുക്കണം. നമ്മൾ കുട്ടികൾ എന്ത് ചോദിച്ചാലും അതൊക്കെ കണ്ട് എടുത്തു കൊടുക്കുക. ഓൻക്കൊരു കഷ്ടപ്പാടും ദുരിതവും അറിയില്ല, അങ്ങനെ പറ്റൂല. വാപ്പയും ഉമ്മയും എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നുകൂടി എന്ത് ചെയ്യണം, മക്കൾ അറിയണം. അത് ഓരോ ഇടങ്ങറാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഓർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജിദ്ദയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പറയലുണ്ട്, ഒരു മാസം എൻ്റെ വീട്ടിലെ ചിലവ് നടത്തുന്നത് എൻ്റെ മക്കളാണ്. ചിലവ് നടത്തുന്നതാണ്, മൂപ്പര് ക്യാഷ് അയച്ചു കൊടുക്കും. പക്ഷേ ആ ക്യാഷ് അയച്ചു കൊടുക്കുമ്പോൾ ഈ കുട്ടികളാണ് അത് ചിലവഴിക്കുന്നത്. ഓരോ നേതൃത്വത്തിലാണ് ആ ചിലവ് നടക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു മാസത്തെ ചിലവ് ആരാണോ കൊണ്ട് നടക്കുന്നത് ഓരാണ് ഈ മത്സരത്തിലെ വിജയി. അപ്പോൾ എല്ലാവരും ചിലവ് ഇങ്ങനെ മുറുക്കി പിടിക്കാനാണ് നോക്കുക. ഒരു മാസം മോളാണെങ്കിൽ അടുത്ത മാസം മകനായിരിക്കും. അപ്പോൾ ഓർക്കറിയാം ഓരോ വാപ്പ എത്രയാണ് ഓർക്ക് ചിലവിന് അയക്കുന്നത്, അത് എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റും, അത് അനാവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ടോ പോകുന്നില്ലേ എന്നൊരു തിരിച്ചറിവ് അതിലൂടെ എന്ത് ചെയ്യും, ആ മക്കൾക്ക് കിട്ടും. ഇത് വാപ്പാക്ക് 20,000 30,000 ആയിരിക്കും ശമ്പളം, അപ്പുറത്തവൻ്റെ ഉപ്പാക്ക് 1 ലക്ഷം 1.5 ലക്ഷം സാലറി ഉണ്ടാകും. അപ്പോൾ ഓൻ്റെ വാപ്പാൻ്റെ സാലറി കണ്ടിട്ട് ഞാനിവിടുന്ന് ചാടിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എന്ത് ചെയ്യണം, മക്കൾക്ക് കിട്ടണം. നമ്മളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കാൻ നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകക്കും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. അങ്ങനെ താഴെയുള്ളവരിലേക്ക് നോക്കാൻ ശീലിപ്പിക്കുമ്പോൾ, നമ്മളങ്ങനെ ശീലിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളുടെ വലുപ്പം എന്താണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ള കാര്യം, മക്കളെ പറ്റിയിട്ട് നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. ഇപ്പോൾ നമ്മളെ കുട്ടികളെ പറ്റിയിട്ട് നമ്മളെന്താ വിചാരിക്കുന്നത്, ഓനൊന്ന് നിസ്കരിച്ച് കിട്ടിയാൽ മതി അല്ലേ, ഓനൊന്ന് കൃത്യമായിട്ട് പള്ളി പോയാൽ തന്നെ നമുക്ക് വലിയ സമാധാനം, നമ്മളെന്തോ വലിയൊരു സംഭവം നേടിയെടുത്ത് പാരൻ്റായി മാറി. ഓന് പള്ളിക്കൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട് അല്ലേ. ഈ കള്ളും കഞ്ചാവും മയക്കുമരുന്നൊന്നും ഇല്ലാതെ എൻ്റെ കുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ട് 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ് നല്ലൊരു ജോലിയും കിട്ടി, ഓനൊരു പെണ്ണും കെട്ടി നല്ല സേഫായിട്ടൊരു കുടുംബജീവിതം തുടങ്ങിയാൽ നമ്മൾ സന്തുഷ്ടരാണ്. അതിനപ്പുറം നമ്മുടെ മക്കളെ പറ്റിയിട്ട് വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾ വിവാഹം ആലോചിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഓനോൻ്റെ കാണാൻ പോകുന്ന പെണ്ണിന് കൈമാറിയ മെസ്സേജിൽ, ഓൻ കൈമാറിയ മെസ്സേജല്ല, ഓന് ആ സഹോദരിയോട് സംസാരിക്കാൻ പറ്റിയ ഒരാളോട് സംസാരിച്ച മെസ്സേജിലുള്ളത്, ഇമാം അഹ്മദിൻ്റെയും ഇമാം ഷാഫിയുടെയും ഉമ്മയാകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ പോരേന്നാണ്. ആ ഒരു സ്വപ്നം, നമ്മുടെ കുട്ടികളെ പറ്റി വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം. നമ്മളിങ്ങനെ ചുരുക്കി 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 കൊണ്ടുവരാൻ
ഓന് നിസ്കരിച്ചാൽ മതി, അങ്ങനെ നിസ്കരിച്ചാൽ മതിയോ നമ്മുടെ മക്കൾ? ഒരു 4-5 ആൾക്കാരെ നിസ്കരിപ്പിക്കുന്നവനാകാൻ നമ്മുടെ കുട്ടിക്ക് പറ്റണം. ഓന് ലഹരിയും മയക്കുമരുന്നൊന്നും ഇല്ലാത്ത ഒരു നല്ല കുട്ടിയായി മാറിയാൽ മതി. അങ്ങനെ നമ്മളെ കുട്ടി മാത്രം മാറിയാൽ പോരാ. ഓൻ്റെ കൂടെ നടക്കുന്ന ഒരു 4-5 ആൾക്കാരെ മാറ്റാനുള്ള ശേഷി അവർക്ക് വേണം. ഈ ഉമ്മത്തിനെ മുന്നിൽ നിന്ന് നയിക്കുന്നവനാകണം എൻ്റെ മകൻ എന്ന ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ത് ചെയ്യുക? നമ്മൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഉയർത്തുക, അതൊന്നും കൂടിയൊക്കെ ഒന്ന് വലുതാക്കുക എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിന് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഈ വാപ്പയും ഉമ്മയും കൊടുക്കുന്ന മോട്ടിവേഷൻ വളരെ വലുതാണ്. നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് ആ കുട്ടീൻ്റെ വളർച്ചയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വളരെ വലുതാണ്. ഇപ്പോൾ ഈ തോമസ് ആൽവാ എഡിസനെ പറ്റിയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്നൊന്നും അറിയില്ല, നമ്മൾ കേട്ടൊരു കഥയാണ്. അഥവാ എഡിസൺ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു കത്തുമായിട്ടാണ് പുരയ്ക്ക് വന്നത്. അപ്പോൾ പുരയ്ക്ക് വന്നപ്പോൾ കത്തിലുള്ളത്, നിങ്ങളെ മകനൊരു മണ്ടനാണ്, ഓനെ പഠിപ്പിക്കാൻ കഴിയൂല, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, നിങ്ങളെ മകനെ പോലത്തെ ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റൂല, ടീച്ചറിൻ്റെ കത്താണ്. അപ്പോൾ കത്തിങ്ങനെ വായിച്ചിട്ട് ആ അമ്മ പറഞ്ഞു എന്നാണ്, എഡിസനെ പഠിപ്പിക്കാൻ യോഗ്യരായ ടീച്ചേഴ്സൊന്നും അവിടെ ഇല്ല, നിങ്ങളെ മകൻക്ക് അത്രക്കും കപ്പാസിറ്റി ഉണ്ട്, അപ്പോൾ അവനെ പഠിപ്പിക്കാൻ യോഗ്യരായ അധ്യാപകർ ഈ സ്കൂളിലില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ വഴി നോക്കുന്നതായിരിക്കും നന്നാവുക. അങ്ങനെയാണ് ആ അമ്മ എഡിസൺക്ക് കത്ത് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തത്. പിന്നീട് ആ തോമസ് ആൽവാ എഡിസൺ ആരായി മാറി? ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് തോമസ് ആൽവാ എഡിസൺ. അപ്പോൾ അത് ആ ഉമ്മയുടെ ഒരു മനസ്സാണ്. ഹിക്മത്തോടു കൂടി ഉമ്മ ഒരു പ്രശ്നം ഡീൽ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ മാറ്റാണത്. അതേപോലെ തന്നെ മക്കൾക്ക് സമയം മാറ്റിവെക്കുക, കേട്ടിരിക്കാൻ നമ്മൾ സമയം മാറ്റിവെക്കുക. വെറുതെ നമ്മൾ കേട്ടിരുന്നാൽ മതി. ഓൻ പറയുന്നത് ഓൾ പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയം ഉണ്ടാവണം. നമുക്കതിന് നേരം ഉണ്ടോ? നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം മാറ്റിവെക്കുന്നു? ഒരു ദിവസം ഒരു നിശ്ചിത സമയം, അതിങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ട് 5 മണിക്ക് അലാറം വെച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നല്ല പറയുന്നത്. ഒരു ദിവസം ഒരു നിശ്ചിത സമയം നമ്മളെ കുട്ടികളെ കൂടെ ഇരിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? ഒരു പറയുന്നത് വെറുതെ കേട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ കുട്ടിക്ക് നമ്മളോട് കുറച്ചും കൂടിയൊക്കെ ഒരു അടുപ്പുണ്ടാകും. ഇതിൽ ജോലിക്കാരായ എത്ര ഉമ്മമാരുണ്ട്? ജോലി ചെയ്യുന്ന, പുറത്ത് വർക്ക് ചെയ്യുന്ന, സ്കൂളിലോ ഓഫീസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലില്ലാത്ത എത്ര ഉമ്മമാരുണ്ട്? കുറച്ച് ആൾക്കാർ, എന്നാലും എണ്ണത്തിലുണ്ട്. അപ്പം നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, അപ്പോൾ ജോലി സ്ഥലത്തുള്ള ഭാരങ്ങളോ സ്ട്രെസ്സോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. ഈ അങ്ങാടി തോറ്റാൽ അമ്മയോടെന്ന് അറിയാമല്ലോ, ഇവിടുന്ന് ഇപ്പം നമുക്കൊന്നും തിരിച്ച് കിട്ടാനില്ല. അപ്പോൾ നമ്മളെല്ലാ ഭാരങ്ങളും, നമ്മളെ വാപ്പാരോട് കൂടിയാണ് പറയുന്നത്, നമ്മളെ ഭാരങ്ങൾ, നമ്മളെ കച്ചവടത്തിൻ്റെയും നമ്മളെ ഓഫീസ് തിരക്കിൻ്റെയും നമ്മളെ ജോലി തിരക്കിൻ്റെയും ഒക്കെ മൊത്തം വെയിറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ ചൊരിയരുത്, വീട്ടിൽ ചൊരിയരുത്. അത് പെണ്ണുങ്ങളടുത്തും കുട്ടികളടുത്തും പറ്റൂല. ഇപ്പോൾ ഒരു കഥ പറയലുണ്ട്, ഒരാൾക്ക് അങ്ങാടിയിൽ നിന്ന് നല്ല തല്ല് കിട്ടി, പള്ളം നിറച്ചും തല്ല് കിട്ടി. മൂപ്പർക്ക് തിരിച്ചടിക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ വലിയ സങ്കടത്തിൽ മൂപ്പര് പുരയ്ക്ക് തിരിച്ചു പോരുകയാണ്. തല്ല് കിട്ടിയ സങ്കടത്തിൽ തിരിച്ചു പോരുമ്പോൾ പുരയ്ക്കുള്ള വഴിയിൽ ഒരു ഖബർസ്ഥാനുണ്ട്. അപ്പോൾ ആ ഖബർസ്ഥാനിലേക്ക് തന്നെ നോക്കിയിട്ട് മൂപ്പര് വെല്ലുവിളിച്ചു എന്നാണ്, ഇന്ന തല്ലിയോരെ വാപ്പാരും വല്യപ്പാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാന്നാണ്. അവിടുന്ന് ഇപ്പോൾ ആരും ഇറങ്ങി വരാനില്ലല്ലോ, അവിടുന്ന് ഇപ്പോൾ ആരും മൂപ്പരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടൂല എന്ന് കാണുമ്പോൾ പിന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാരവും നമ്മുടെ സ്ട്രെസ്സും നമ്മൾ ഒരിക്കലും കൊണ്ടുപോയിട്ട് എവിടെ ചൊരിയരുത്, നമ്മുടെ വീട്ടിൽ ചൊരിയരുത്. ഒരു ഫ്രീ മൈൻഡോട് കൂടി വീട്ടിൽ മക്കളെ നോക്കാനും ഒക്കെ നമുക്ക് സമയം വേണം. നമ്മളിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പായുക, എന്നിട്ട് നമ്മളെ കുട്ടികളെ നോക്കാനും നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നമുക്ക് നേരമില്ല. ഞാൻ ജോലിക്ക് പോകണ്ടെന്നൊന്നുമല്ല പറയുന്നത്, അതിനേക്കാളും വലിയ ഉത്തരവാദിത്വം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ട് എന്ന തിരിച്ചറിവ്. അവിടെ പോയിട്ട് ഇവിടെ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു വിഷയം എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും നല്ല ആയുധം എന്ന് പറഞ്ഞാൽ, നല്ല മൂർച്ചയുള്ള ആയുധം എന്ന് പറഞ്ഞാൽ അത് സ്നേഹം തന്നെയാണ്. ഇപ്പോൾ സൂറത്തുൽ ലുക്മാനിൽ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപദേശങ്ങൾ അള്ളാഹു നമ്മളോട് എടുത്തു പറയുന്നുണ്ട്. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമ അള്ളാഹുവിനെ പറ്റിയിട്ട് മകൻക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഷിർക്കിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജനങ്ങളോട് നീ മുഖം കോട്ടാൻ പാടില്ല, ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അവിടെ ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വിളിക്കുന്ന ആ രീതി എന്താണ്? وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ يَا بُنَيَّ إِنَّهَا إِن تَكُ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ فَتَكُنْ فِي صَخْرَةٍ أَوْ فِي السَّمَاوَاتِ أَوْ فِي الْأَرْضِ يَأْتِ بِهَا اللَّهُ യാ ബുനയ്യ അഖിമിസ്സലാ. ആ വിളി നോക്കി നിങ്ങൾ, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ. ആ വിളിയിലെല്ലാം ഉണ്ട്. ഖുർആൻ എന്തിനാണ് ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപദേശങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്? ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപദേശങ്ങൾ എന്തിനാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്? ഒരു നല്ല പാരൻ്റ് എങ്ങനെ ആകണം എന്നുള്ളതിൻ്റെ നല്ലൊരു മാതൃകയാണ് ലുക്മാൻ അലൈഹിസ്സലാം. അപ്പോൾ ആ സ്നേഹം നമ്മുടെ വാക്കുകൾ കാണണം. നമ്മളൊന്ന് നമ്മളെ കുട്ടീനെ ഉപദേശിക്കുകയാണെങ്കിൽ അത് 4 പോര അപ്പുറത്ത് കേൾക്കും അല്ലെ. കുറേ ഒച്ചട്ടാലേ ഒരു ഉപദേശമായിട്ട് ഓരോന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപദേശിച്ചതാണ്. നമ്മൾ ഉപദേശിച്ചാൽ നാട്ടുകാർ മുഴുവൻ അറിയും. ആ ജാതി ഉപദേശം കൊണ്ട് കാര്യം അത് ചിലപ്പോൾ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സഹാബി വന്നു. യാ റസൂൽ അല്ലാഹ് അത്അദനു ലീ ഫി സിന, എനിക്ക് വ്യഭിചരിക്കാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. നബിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, അള്ളാഹുൻ്റെ റസൂലെ, എനിക്ക് വ്യഭിചരിക്കാനുള്ള അനുവാദം നിങ്ങൾ തരണം. അപ്പോൾ സഹാബിമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഓരെല്ലാവരും അയാളുടെ അടുക്കൽ ഇങ്ങനെ ഓടിച്ചെല്ലുകയാണ്. എന്തപ്പം നബിനോട് ഇയാൾ പറയുന്നു? ഒരു മര്യാദ ഇല്ലാതെ അള്ളാഹിൻ്റെ റസൂലിനോട് പറയേണ്ട വാക്കാണോ അത്? വർത്താനാണോ അത്? അപ്പോൾ എല്ലാവരും കൂടി അയാളുടെ അടുക്കലേക്ക് പാഞ്ഞെടുത്തു. അപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അയാളെ വിട്ടാളി, അയാൾ എൻ്റെ അടുത്തേക്ക് പോന്നോട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആ മനുഷ്യൻ വന്നു. നബിൻ്റെ മുമ്പിൽ അയാൾ ഇരുന്നു. അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബി എനിക്ക് സിനക്കുള്ള അനുവാദം തരണം, അതിനുള്ള പെർമിഷനുകൾ തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് തിരിച്ചു ചോദിച്ചു, അത്വഹിബ്ബുഹു ലി ഉമ്മിക്, എൻ്റെ ഉമ്മാനെ വേറൊരാൾ വ്യഭിചരിക്കുന്നത് നിനക്കിഷ്ടമാണോ? ഇല്ല റസൂൽ, അതെനിക്കിഷ്ടമല്ലല്ലോ. അപ്പം നീ വ്യഭിചരിക്കുന്ന ആൾക്കാർ വേറൊരാളുടെ ഉമ്മയാണ്, ജനങ്ങളും അത് അവരുടെ ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ തുഹിബ്ബുഹു ലിബ്നതിക്, നിൻ്റെ മകളെ വേറൊരാൾ വ്യഭിചരിക്കുന്ന, ഓള് വേറൊരാളിപ്പം കിടക്കുന്നത് അനക്കിഷ്ടമാണോ? ഇല്ല റസൂൽ, അതെനിക്കിഷ്ടമല്ല. നീ വ്യഭിചരിക്കുന്ന ആൾ വേറൊരാളുടെ മകളാണ്, നിൻ്റെ സഹോദരിക്ക് നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല റസൂലെ. ഇങ്ങനെ ഓരോരുത്തരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി ചോദിക്കാൻ. അപ്പോഴൊക്കെ അയാൾ പറയണില്ല, അതൊന്നും എനിക്കിഷ്ടമല്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ തടവിയിട്ട് ആ മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നാണ്. പിന്നീട് ആ സഹാബി പറയുന്നുണ്ട്, ജീവിതത്തിൽ പിന്നെ സിനയെക്കാളും വ്യഭിചാരത്തെക്കാളും എനിക്ക് വെറുപ്പുള്ള വേറൊരു തിന്മ ഉണ്ടായിട്ടില്ല ഞാൻ. അപ്പോൾ ശരിക്കും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു അധ്യാപകനെ നമ്മൾ കാണുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പൊട്ടിത്തെറിച്ചില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടായില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദമുയർത്തിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രിയപ്പെട്ട അനുചരനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും, എൻ്റെ കുട്ടി നിസ്കരിക്കുന്നില്ല, ഓനെ കുറേ പറഞ്ഞാലേ ഓൻ നിസ്കരിക്കുള്ളൂ അല്ലേ? പാരൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരാതിയാണത്. എത്ര പറഞ്ഞാലും ഖുർആൻ ഓതൂല, എത്ര പറഞ്ഞാലും പുസ്തകം തുറക്കൂല. നമ്മൾ അവന് ബോധ്യപ്പെടുത്തണം എന്തിനാണ് നിസ്കരിക്കുന്നത്, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം, എന്തിനാണ് പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ദോഷം. അത് വളരെ സൗഹാർദ്ദത്തോടു കൂടി സ്നേഹത്തോടു കൂടി വിളിച്ചിരുത്തി പറയുന്നതും നമ്മൾ 4 ഒച്ചട്ടിട്ട് ഷൗട്ട് ചെയ്യുന്നതും തമ്മിൽ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അതിനല്ല ഇപ്പോൾ ഞങ്ങൾ കുട്ടികളെ മദ്രസക്ക് പറഞ്ഞേച്ച്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനല്ല ഇപ്പോൾ നമ്മൾ കുട്ടികളെ മദ്രസക്ക് പറഞ്ഞേച്ച്, ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടല്ലേ എന്നാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മളെ മദ്രസേൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞായറാഴ്ചകളിലാണ് നമുക്ക് സ്ഥിരം ക്ലാസ് ഉള്ളത്, പിന്നെ മാസത്തിൽ 2 ശനിയാഴ്ചകളാണ് ക്ലാസ് ഉള്ളത്. അതല്ലാതെ പിന്നെ എക്സ്ട്രാ ക്ലാസ്സുകൾ എപ്പോഴെങ്കിലൊക്കെ വരുന്നതാണുള്ളത്. അതാണ് നമ്മുടെ മദ്രസയുടെ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. ഇതിൽ സിലബസ് ഉണ്ട്, ആ സിലബസ് തീർക്കണം, അതിനുള്ള സമയം വേണം, അതിൻ്റെ കൂടെ കുട്ടികൾക്ക് തെസ്കിയ കൊടുക്കണം. ഇതിനെല്ലാം കൂടിയുള്ള സമയം എന്ന് പറഞ്ഞാൽ ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്കുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നതും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട സിലബസിലുള്ള വിഷയങ്ങൾ പൂർത്തിയാക്കുന്നതും ഒക്കെ. അപ്പോൾ അതിനപ്പുറം കൂടുതൽ സമയം കുട്ടികൾ നിങ്ങളുടെ അടുത്താണുള്ളത്. അപ്പോൾ ആ കുട്ടികളെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുത്തി ഉപദേശിക്കാൻ നമുക്ക് പറ്റൂല എങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് വാപ്പേണ് ഉമ്മേണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മുടെ കുട്ടികൾ അറിയുകയും ചെയ്യണം. ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, ഈ വെക്കേഷനിൽ നമ്മളെ കുട്ടികളെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഇൻഷാ അല്ലാഹ് വെക്കേഷനിൽ നമ്മുടെ മദ്രസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ നമ്മൾ കാണുന്നുണ്ട്.
അതിൻ്റെ ശരിയായൊരു പിക്ചർ ഇപ്പോൾ തെളിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാത്തത്. നമ്മുടെ കുട്ടികൾക്ക് ഫിസിക്കലായിട്ട് തന്നെ നമ്മുടെ പള്ളിയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയൊരു ആക്ടിവിറ്റി ഒരു ദിവസം ഒരു മണിക്കൂർ സമയമോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ സമയമൊക്കെ പള്ളിയിൽ വന്നിരുന്നിട്ട് അവർക്ക് ദീന് പഠിക്കാനും ദീന് കേൾക്കാനും നല്ല കൂട്ടുകാരോടൊപ്പം ഒന്ന് കൂടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ ഇപ്പോൾ നിലവിലായിട്ടില്ല. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കാത്തത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദമായ വിവരങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡേറ്റുകളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ക്യാമ്പുകൾ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് ഷാഫിക്ക സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പറഞ്ഞപ്പോൾ 2 തവണ ലുക്മാൻ നബി എന്നുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് വന്നൊരു സംഭവമാണ്. ലുക്മാൻ അലൈഹി സ്വലാം നബിയാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാഹു അലം, അദ്ദേഹം നബി അല്ല, ഒരു സാലിഹായ മനുഷ്യനാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അത് നാക്കിൻ്റെ ഒരു പിഴവാണ്, ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ വന്നുപോയൊരു സംഭവമാണ്. ശുക്രൻ ജസാക്കുമുല്ലാഹു ഖൈറ. അപ്പോൾ നബി അല്ല ലുക്മാൻ അലൈഹി സ്വലാം, അദ്ദേഹം ഒരു സാലിഹായ മനുഷ്യനായിരുന്നു.